ന്യൂസിലാൻഡ് പാസ്പോർട്ട് ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗൂഗിളിൽ www.passport.government.in എടുത്ത് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് കയറാൻ സാധിക്കും. അവിടെ കുറേ സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്ലൈ ഫോർ യുവർ പാസ്പോർട്ടാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പാസ്പോർട്ടിൻ്റെ ഫോട്ടോ നമ്മൾ റെഡിയാക്കി വെക്കുക. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിരിക്കും. കുറേ റിക്വയർമെൻറ്റ്സ് പറയുന്നുണ്ട്. അതനുസരിച്ച് ഫോട്ടോ എടുക്കുക. നമുക്ക് ഐദർ നമ്മുടെ ഫോണിലെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോഗ്രാഫറെ വെച്ചാണെങ്കിലും എടുപ്പിക്കാം. ഓൺലൈൻ ചെക്കറുണ്ട് ഇതിൽ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമ്മളെടുത്ത ഫോട്ടോ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫോട്ടോ ഇതിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മളെടുത്ത ആ ഫോട്ടോ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ നമുക്ക് സേവ് ചെയ്ത് വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഈസി ആയിരിക്കും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മൾ ബാക്ക് പോയതിന് ശേഷം അപ്ലൈ ഫോർ യുവർ പാസ്പോർട്ട് കൊടുക്കുക. സ്റ്റാൻഡേർഡ് സർവീസ് ഉണ്ട് വിത്തിൻ 10 days വരുന്നത്. അർജൻറ്റ് സർവീസ് ഉണ്ട് 3 days. വെരി അർജൻറ്റ് സർവീസ് വിത്തിൻ 2 days വരുന്നതുണ്ട്. നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് സർവീസാണ് ഇവിടെ ചെയ്യുന്നത്. ആ പേജ് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും താഴെ സ്റ്റാർട്ട് ന്യൂ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ റിയൽമി അക്കൗണ്ടിലോട്ടാണ് പോകുന്നത്. റിയൽമി ത്രൂ ആണ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. റിയൽമി അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ക്രിയേറ്റ് റിയൽമി ലോഗിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. നമ്മൾ ലോഗിൻ ചെയ്യുമ്പം വരുന്നത് പേജ് ആർക്ക് വേണ്ടിയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് ആ പേജിലോട്ടാണ് പോകുന്നത്. കുഞ്ഞാണെങ്കിൽ കുഞ്ഞിൻ്റെ ചൈൽഡ് എന്ന് കൊടുക്കുക, ചൈൽഡിൻ്റെ ബർത്ത് ഡീറ്റെയിൽസ് കൊടുക്കുക, പിന്നീട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് നെക്സ്റ്റ് പേജിലോട്ട് പോവുക. നെക്സ്റ്റ് പേജിൽ ഗ്രൂപ്പ് ആപ്ലിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് അവർ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗ്രൂപ്പ് ആപ്ലിക്കേഷൻ അല്ല, സിംഗിൾ ആപ്ലിക്കേഷനാണ്. സോ ആപ്ലിക്കൻ്റ് ഇൻഫർമേഷൻ ഉള്ളതിൽ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാൻ സാധിക്കും. കുഞ്ഞിന് വേണ്ടിയാണെങ്കിൽ കുഞ്ഞിൻ്റെ ജെൻഡർ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഹൈറ്റ്, കുഞ്ഞിൻ്റെ കളർ, ഐ കളർ, ഇത്രയും ഡീറ്റെയിൽസാണ് ഈ പേജിൽ കൊടുക്കേണ്ടത്. കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് നെക്സ്റ്റ് പേജിലോട്ട് പോവുക. നെക്സ്റ്റ് പേജിൽ പേരൻസിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. മദർ ഓർ ഫാദർ ഡീറ്റെയിൽസ് കൊടുക്കുക. അത് കഴിഞ്ഞ് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പേജിലോട്ട് പോവുക. നെക്സ്റ്റ് പേജിൽ നമ്മൾ കൺസെൻറ്റ് ഗിവറിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. ആപ്ലിക്കൻറ്റിന് 15 വയസ്സിൽ താഴെയാണെങ്കിൽ ഐദർ പേരൻ്റ് ഓർ എ ഗാർഡിയൻ നമ്മൾ കൺസെൻറ്റ് കൊടുക്കണം. കൺസെൻറ്റ് കൊടുക്കുന്ന ആളുടെ ഡീറ്റെയിൽസാണ് ഇൻക്ലൂഡിങ് അവരുടെ ഇമെയിൽ ID, അവരുടെ ഫോൺ നമ്പർ, അവരുടെ അഡ്രസ്സ് എല്ലാം ഡീറ്റെയിൽസും കൊടുക്കണം. സേവ് ആൻഡ് കണ്ടിന്യൂ നെക്സ്റ്റ് പേജിലോട്ട് പോകാം. നെക്സ്റ്റ് പേജ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്പോർട്ടിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്ത ഫോട്ടോ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ഈ ഒരു പേജിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ റെഫറൻസിന് ഒരാളുടെ ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് 16 വയസ്സിന് മുകളിലുള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സെയിം അഡ്രസ്സിലുള്ള ആളായിരിക്കരുത്. ന്യൂസിലാൻഡ് പാസ്പോർട്ട് ഹോൾഡർ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മളെ അറ്റ്ലീസ്റ്റ് 1 year, അല്ലെങ്കിൽ കുഞ്ഞിനെ ആണെങ്കിൽ ജനിച്ചപ്പോൾ തൊട്ട് അറിയാവുന്ന ഒരാളായിരിക്കണം. ഒരു ഇമെയിൽ അഡ്രസ്സ് ഉള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സിൽ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് അവർ ചെക്കിന് വേണ്ടി ഇമെയിൽ അയക്കുമ്പം അത് തിരിച്ചയക്കാൻ ഏബിളായിട്ടുള്ള ഒരാളായിരിക്കണം. ഇത്രയുമാണ് പാസ്പോർട്ട് ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ. ഇതിന് ശേഷമുള്ള പേജിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിലോട്ടാണ് പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് പാസ്പോർട്ട് അപ്ലൈ ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ അയച്ച് ചോദിക്കാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യാം. താങ്ക് യു.